തിരുവനന്തപുരം കോർപ്പറേഷൻ ഇത്തവണ കൈപ്പിടിയിലാക്കുമോ കോൺഗ്രസ്? അതേ എന്ന് ഉത്തരം പറഞ്ഞാൽ ഒരുപക്ഷെ പലരും നെറ്റി ചുളിച്ചേക്കാം. കാരണം ഇപ്പോൾ 10 സീറ്റുമായിട്ട് ഏതാണ്ട് 3-ാം സ്ഥാനത്താണ് കോൺഗ്രസും UDF-ഉം ഉള്ളത്. അവിടെ നിന്നും ഭരണത്തിലേക്ക് കോൺഗ്രസും UDF-ഉം എത്തുമെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? എന്നാൽ നിലവിലെ സാഹചര്യം പരിശോധിക്കുമ്പോൾ കോൺഗ്രസും UDF-ഉം ഇത്തവണ തിരുവനന്തപുരത്ത് തലസ്ഥാന നഗരിയിലെ കോർപ്പറേഷന്റെ അമരത്ത് എത്തുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 101 വാർഡുകളാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇത്തവണയുള്ളത്. അതിൽ 50 സീറ്റുകളെങ്കിലും പിടിക്കാൻ കഴിഞ്ഞാൽ ഭരണം ഉറപ്പിക്കാം. കോൺഗ്രസിനെ സംബന്ധിച്ച് UDF-നെ സംബന്ധിച്ച് ഇത്തവണ വലിയ മുന്നൊരുക്കങ്ങളാണ് നേരത്തെ തന്നെ നടത്തിയിരുന്നത്. സ്ഥാനാർത്ഥികളെയൊക്കെ മുൻകൂട്ടി പ്രഖ്യാപിക്കാൻ കഴിഞ്ഞു. അതിന്റെ ആത്മവിശ്വാസവും നേട്ടവും ഒക്കെ തന്നെ കോൺഗ്രസിനും UDF-നും ഉണ്ടായിട്ടുണ്ട്. പ്രചരണം ഇന്ന് സമാപിക്കുകയാണ്. പരസ്യ പ്രചരണം ഇന്ന് അവസാനിക്കുകയാണ്. വൈകിട്ട് 6 മണിക്ക് പരസ്യ പ്രചരണത്തിന് കൊട്ടിക്കലാശമാണ്. നാളെ ഒരു ദിവസം നിശബ്ദ പ്രചരണം കഴിഞ്ഞാൽ 9-ാം തീയതി രാവിലെ 7 മണി മുതൽ വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് തങ്ങളുടെ വിധി കുറിക്കാനായി പോവുകയാണ്. അപ്പോൾ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് UDF നേതൃത്വവും കോൺഗ്രസും എല്ലാം ഉള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ തികഞ്ഞ ആത്മവിശ്വാസമാണ് പ്രകടിപ്പിക്കുന്നത്. ഒപ്പം മറ്റ് UDF-ന്റെ നേതാക്കളും കോൺഗ്രസിന്റെ നേതാക്കളും എല്ലാം സമാനമായ പ്രതികരണമാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ നടത്തുന്നത്. അതും വെറുമൊരു പ്രതികരണം മാത്രമല്ല, മറിച്ച് ജനങ്ങളുടെ മനസ്സറിഞ്ഞുകൊണ്ടുള്ള ആ ഒരു പൾസ് അറിഞ്ഞുകൊണ്ടുള്ള പ്രതികരണമാണ് ഓരോ നേതാക്കളും നടത്തുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷന്റെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ ഇത്തവണ അത് UDF-ന് അനുകൂലമായിട്ട് മാറുന്നു എന്നാണ് നമുക്ക് ഈ പ്രചരണ രംഗത്ത് നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് സ്ഥിരീകരിക്കാൻ കഴിയുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രചരണത്തിന്റെ അവസാന ദിവസങ്ങളിലേക്ക് അടുത്തപ്പോൾ പ്രതിപക്ഷ നേതാവ് VD സതീശനും ഒപ്പം തന്നെ കോൺഗ്രസിന്റെ യുവതുർക്കിയും KPCC വർക്കിംഗ് പ്രസിഡന്റുമാരിൽ ഒരാളുമായ ഷാഫി പറമ്പിലും തിരുവനന്തപുരത്തിന്റെ തീരദേശ മേഖലകളെ ഇളക്കി മറിച്ചുകൊണ്ട് റോഡ് ഷോ നടത്തി. VD സതീശൻ കൊച്ചുവേലി മുതൽ പൂന്തറ വരെയുള്ള പ്രദേശങ്ങളിലാണ് റോഡ് ഷോ നടത്തിയത്. അവിടെ വലിയ രീതിയിലുള്ള ജനക്കൂട്ടമാണ് ആ റോഡ് ഷോയിൽ ആദ്യന്തം കാണാൻ കഴിഞ്ഞത്. ആവേശത്തോടു കൂടി ജനങ്ങളെല്ലാം തന്നെ ആ റോഡ് ഷോയിൽ പങ്കെടുക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. സമാനമായ രീതിയിൽ ഷാഫി പറമ്പിൽ നടത്തിയ റോഡ് ഷോ അത് ഭീമാപള്ളിയിലാണ്. നമുക്കറിയാം, ഷാഫി പറമ്പിൽ എവിടെ ചെന്നാലും ആളെ കൂട്ടാൻ കഴിവുള്ള ഒരു മാന്ത്രിക ശേഷിയുള്ള ഒരു നേതാവാണ്, ഒരു കാന്തിക ശക്തിയുള്ള ഒരു യുവ നേതാവാണ് ഷാഫി പറമ്പിൽ. ആ ഒരു പ്രഭാവം അത് തിരുവനന്തപുരം കോർപ്പറേഷന്റെ തീരദേശ മേഖലകളിൽ കഴിഞ്ഞ ദിവസം ഷാഫി നടത്തിയ റോഡ് ഷോയിലും കണ്ടതാണ്. ആയിരക്കണക്കിന് ആളുകളാണ് ഷാഫി പറമ്പിലിന്റെ റോഡ് ഷോയിലേക്ക് ഒഴുകിയെത്തിയത്. ആ ഷാഫി പറമ്പിലിന്റെ റോഡ് ഷോ നൽകിയ ഒരു ഉന്മേഷം അത് കോൺഗ്രസിന്റെ UDF-ന്റെ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ഊർജം പകർന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്ന തരത്തിൽ പ്രമുഖരായ നേതാക്കളെല്ലാം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ റോഡ് ഷോയും മറ്റ് പ്രചരണ പരിപാടികളുമായിട്ട് കളം നിറഞ്ഞ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതിന്റെ ആത്മവിശ്വാസമാണ് നേതാക്കളുടെ വാക്കുകളിലും എല്ലാം പ്രതിഫലിക്കുന്നത്. യുവ നേതാവ് മുൻ MLA കൂടിയായ ശബരിനാഥന്റെ നേതൃത്വത്തിലാണ് ഇത്തവണ കോൺഗ്രസ് കോർപ്പറേഷൻ പിടിക്കാനായിട്ട് അരയും തലയും മുറുക്കി രംഗത്തിറങ്ങിയിരിക്കുന്നത്. ഒരു ശക്തമായ ത്രികോണ മത്സരമാണ് ഇത്തവണ കോർപ്പറേഷൻ നടക്കുന്നത്. CPM-നെ സംബന്ധിച്ച് അവിടെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ, പടലപ്പിണക്കങ്ങളും പാർട്ടിക്കുള്ളിലെ വിഭാഗീയതയും വിമത സ്ഥാനാർത്ഥിത്വവും ഒക്കെ തന്നെ വലിയ ഭീഷണി ഉയർത്തുന്നുണ്ട്. മറുവശത്ത് BJP-യെ സംബന്ധിച്ച് അവരുടെ കൗൺസിലറായിരുന്ന തിരുമല അനിലിന്റെ ആത്മഹത്യ, ഒപ്പം തന്നെ സ്ഥാനാർത്ഥിത്വം ലഭിക്കാതെ പോയപ്പോൾ ഒരു RSS-ന്റെ പ്രവർത്തകൻ ആത്മഹത്യ ചെയ്ത സംഭവം, മറ്റ് ബാങ്ക് സഹകരണ ബാങ്കിലെ തിരിമറി ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലെല്ലാം തന്നെ പ്രതിക്കൂട്ടിലായി നിൽക്കുന്ന BJP-യാണ് കാണാൻ കഴിയുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ച് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് പ്രചരണം നടത്തുന്നത്. മാത്രവുമല്ല, കോർപ്പറേഷനിലെയും സംസ്ഥാന തലത്തിലെയും ഭരണവിരുദ്ധ വികാരവും കോൺഗ്രസിനും UDF-നും കൂടുതൽ ഒരു എഡ്ജ് നൽകുന്നുണ്ട്. ഇക്കാര്യങ്ങളൊക്കെ തന്നെ ഈ തിരുവനന്തപുരം കോർപ്പറേഷനിലും പ്രതിഫലിക്കുമെന്നാണ് വിലയിരുത്തുന്നത്. പല പ്രദേശങ്ങളിലും ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അവിടെയൊക്കെ തന്നെ റോഡുകളൊക്കെ തന്നെ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന അവസ്ഥയാണുള്ളത്. കുടിവെള്ളം കിട്ടാത്ത പ്രശ്നം, ഒപ്പം തന്നെ പല മേഖലകളിലും ഈ പറയുന്ന മേഖലകൾ സാധാരണ ജനങ്ങളെയൊക്കെ തന്നെ ബാധിക്കുന്ന കാർഷിക പ്രശ്നങ്ങള്, ഈ വന്യജീവി ആക്രമണം, തെരുവുനായ ആക്രമണം ഉൾപ്പെടെ ഉള്ള കാര്യങ്ങളാണ് നമ്മൾ ഫീൽഡിലേക്ക് ഇറങ്ങുമ്പോൾ ഓരോ വാർഡുകളിൽ നിന്നും ജനങ്ങൾ പങ്കുവെക്കുന്നത്. അത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്കൊക്കെ തന്നെ ഒരു വലിയ പരിഹാരം കാണേണ്ടതുണ്ട്. പ്രധാനമായിട്ടും ഈ ഗതാഗത പ്രശ്നമാണ്. റോഡുകളൊക്കെ തന്നെ ഈ നഗരസഭയുടെ മേൽനോട്ടത്തിലുള്ള റോഡുകളൊക്കെ തന്നെ പൊട്ടിപ്പൊളിഞ്ഞ് കുണ്ടും കുഴിയുമായിട്ട് കിടക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. അവിടെ ആ നഗരത്തിൽ ചെന്ന വാഹനത്തിൽ നമുക്ക് യാത്ര ചെയ്താൽ ആ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാക്കാൻ കഴിയും. അത്തരത്തിലുള്ള നിരവധി സാധാരണ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട്. അതിനൊക്കെ തന്നെ പരിഹാരം വേണമെന്നാണ് ജനങ്ങൾ
എല്ലായിടത്തു നിന്നും ജനങ്ങൾ പറയുന്ന ഒരു കാര്യം, LDFന്റെ കഴിഞ്ഞ 30 വർഷത്തെ ഒരു ഭരണം അത് ഒരു മാറ്റവും ഈ നഗരത്തിന് ഉണ്ടാക്കിയിട്ടില്ല എന്ന് ജനങ്ങൾ ഒന്നടങ്കം പറയുന്നുണ്ട്. ഒപ്പം തന്നെ BJPയെ സംബന്ധിച്ച് അവർക്ക് വലിയ ഒരു പ്രതീക്ഷയുമില്ല. സ്വാഭാവികമായിട്ടും കോൺഗ്രസിന് ഒരു അവസരം കൊടുക്കണം എന്ന നിലയിലാണ് അവിടെ നിന്നുള്ള ജനങ്ങളുടെയും വോട്ടർമാരുടെയും ഒക്കെ തന്നെ പ്രതികരണം പുറത്തു വരുന്നത്. എന്തായാലും ഇത്തവണ വലിയ ഒരു ശക്തമായ ത്രികോണ പോരാട്ടം നടക്കുമ്പോൾ കോൺഗ്രസ് മുമ്പൊന്നും ഇല്ലാത്ത തരത്തിലുള്ള മുന്നൊരുക്കങ്ങളുമായിട്ട് രംഗത്തിറങ്ങിയിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. ആ ഒരു അഡ്വാൻറ്റേജ് അത് പാർട്ടിക്കും മുന്നണിക്കും വരുന്ന തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പോളിംഗ് ബൂത്തിലേക്ക് ജനം ചെല്ലുമ്പോൾ ഈ പറയുന്ന തങ്ങളെ ബാധിക്കുന്ന, തങ്ങൾ നേരിട്ടനുഭവിക്കുന്ന ഇത്തരത്തിലുള്ള ദൈനംദിന പ്രശ്നങ്ങൾ ഉൾപ്പെടെ അവരുടെ മനസ്സിലേക്ക് എത്തും. അത് വോട്ടുകളായിട്ട് പ്രതിഫലിക്കും എന്നാണ് UDFും കോൺഗ്രസും കണക്ക് കൂട്ടുന്നത്.